ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ന്യൂ NCERT ഹോട്ട് ടോപ്പിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് കണ്ട ശേഷം ഉപകരിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും, മിസ്സാക്കരുത്. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അധികമൊന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. വരയ്ക്കാം വായിക്കാം എന്ന 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ പോയിന്റ്സ് എടുത്തിട്ടുള്ളത്. അതിലാണ് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇത്രയും കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ തലസ്ഥാനം, ആദ്യത്തെ പോയിന്റ് ഇന്ത്യയുടെ തലസ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ഡൽഹിയാണ്. നമുക്കൊക്കെ അറിയാം, ന്യൂഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം. ഇതാവില്ല ഒരു പക്ഷെ നമുക്ക് ചോദ്യം വരിക. എന്താണ് ചോദ്യം വരിക? ന്യൂഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം ഏതായിരുന്നു? എത്ര ആളുകൾക്ക് അറിയാം ന്യൂഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം ഏതാന്നുള്ളത്? ന്യൂഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയാണ്. ന്യൂഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം. ഓക്കെ, അപ്പൊ ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം ഏതായിരുന്നു? കൊൽക്കത്ത ആയിരുന്നു. അപ്പൊ എപ്പോഴാണ് കൊൽക്കത്ത മാറി ഡൽഹി ആയത്? അതായത് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മാറി ഡൽഹി ആയ വർഷം നമുക്ക് ചോദ്യം വരും. പഠിച്ചു വെച്ചോ, 1911. 1911 ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും മാറി ഡൽഹി ആയത്. എപ്പോഴാണ്? 1911. ഈ വർഷം പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. 1911 കൊൽക്കത്ത, ഇന്ത്യയുടെ ആദ്യ തലസ്ഥാനമായിരുന്ന കൊൽക്കത്ത മാറി ഡൽഹി ആയ വർഷം 1911. അപ്പൊ ആദ്യം ഏതായിരുന്നു? കൊൽക്കത്തയായിരുന്നു. അപ്പൊ ചോദ്യം എങ്ങനെയാണ് വരിക? ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ്. ഈ കൊൽക്കത്ത മാറി ഡൽഹി ആയ വർഷമാണ് 1911. അവിടെ നിന്ന് വേറൊരു ചോദ്യം വരും. 1911 ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മാറി ഡൽഹി ആകുമ്പോൾ ഇന്ത്യയിൽ വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിക്കും. ആരാണ്? ഹാർഡിഞ്ച് പ്രഭു ആണ് അല്ലെ? ഹാർഡിഞ്ച് പ്രഭു. ഓക്കെ, ഹാർഡിഞ്ച് പ്രഭുവാണ് 1911 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വൈസ്രോയി. 1911 ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും മാറി ഡൽഹി ആയത്. ആ സമയത്ത് ഇന്ത്യയിൽ വൈസ്രോയി ആരാന്ന് ചോദിച്ചത് ആരാണ്? ഹാർഡിഞ്ച് പ്രഭു. പഠിച്ചല്ലോ, ഹാർഡിഞ്ച് പ്രഭുവാണ്. ഈ ഹാർഡിഞ്ച് പ്രഭു നമുക്ക് വേറെയും ഒന്ന് പഠിക്കാണ്ട്. ഏതാണ്? ബംഗാൾ വിഭജനം അല്ലെ? ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് എന്തോ പഠിക്കാണ്ടല്ലോ. എന്താണ്? ബംഗാൾ വിഭജനം നിർത്തലാക്കിയത് ആരെന്ന് ചോദ്യം വരും. ആരാണ്? ഹാർഡിഞ്ച് പ്രഭുവാണ് ബംഗാൾ വിഭജനം നിർത്തലാക്കിയത്. എന്നാൽ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരെന്ന് ചോദ്യം വന്ന ആരാണ്? കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണ്? കഴ്സൺ പ്രഭുവാണ്. പഠിച്ചു വെച്ചോ, ബംഗാൾ വിഭജനം 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണ്? കഴ്സൺ പ്രഭുവാണ്. ഓക്കെ, കഴ്സൺ പ്രഭു നടപ്പിലാക്കിയതാണ്. ശ്രദ്ധിച്ച് തന്നെ ചോദ്യം വായിക്കണം. ബംഗാൾ വിഭജനം നിർത്തലാക്കിയത് ആരെന്ന് പറയുമ്പോൾ നേരെ പോയിട്ട് കഴ്സൺ പ്രഭു കുത്തരുത്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയതാണ് കഴ്സൺ പ്രഭു, നിർത്തലാക്കിയത് ആരാണ്? ഹാർഡിഞ്ച് പ്രഭു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. അപ്പോ ഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം. ഡൽഹിക്ക് മുമ്പ് ഏതാണ് ചോദ്യം വന്നാൽ അത് ഏതാണ്? ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയാണ്. കൊൽക്കത്ത മാറി ഡൽഹി ആയ വർഷമാണ് 1911. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? നമുക്കൊക്കെ അറിയാം, 28 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഈ 8 വെച്ചിട്ട് തന്നെ എവിടെയും കണക്ഷൻ പോകും. എന്താണ്? കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഡൗട്ട് വരരുത്. 28 രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുക. രണ്ടിലും 8 ഉണ്ട്. ഓക്കെ, 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഇന്ത്യയിലുള്ളത്. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. നമ്മൾ പഠിച്ച വർഷം നിങ്ങൾ മറക്കരുത്, 1911. എന്താണ്? കൊൽക്കത്ത മാറി ഡൽഹി ആയി. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്ത മാറി ഡൽഹി ആയത് 1911. പിന്നെ ബംഗാൾ വിഭജനം നമ്മൾ പഠിച്ചു 1905 നടപ്പിലാക്കിയത് ആരാണ്? കഴ്സൺ പ്രഭുവാണ് അല്ലെ? ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭുവാണ്. നിർത്തലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ഹാർഡിഞ്ച് പ്രഭുവാണ്. ഓക്കെ, പിന്നെ നമുക്ക് ചോദ്യം വരുമല്ലോ, ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ആരെന്ന് ചോദ്യം വരാറുണ്ട്. ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചാലും ഡൽഹൌസി പ്രഭുവാണ്. രണ്ട് പഠിച്ചു വെച്ചോ, ഡൽഹൌസി പ്രഭു ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. എപ്പോഴാണ് ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്നത്? ഇന്ത്യൻ റെയിൽവേ
1853 ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്നത്. ഇന്ത്യൻ റെയിൽവേ 1853. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത 1853. എവിടെ മുതൽ എവിടെ വരെയാണ്? ബോംബെ മുതൽ താനെ വരെ ഇന്ത്യയിൽ 1853. കേരളത്തിൽ എപ്പോഴാണ് വന്നത്? 1861. 1861 കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത വന്നത്. എവിടെ മുതൽ ഏതുവരെയാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെ. ഇവിടെ ബോംബെ മുതൽ താനെ വരെ, ഇവിടെ ബേപ്പൂർ മുതൽ തിരൂർ വരെ. രണ്ടും പഠിച്ചു വെച്ചോ. അപ്പൊ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു ആണ്. ഡൽഹൌസി പ്രഭു. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക് ആണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. എന്താണ്? ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ് അല്ലെ? ചുരങ്ങളുടെ നാട്. ഇന്ത്യയുടെ ശീത മരുഭൂമി എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? അത് ലഡാക്ക് ആണ്. ചുരങ്ങളുടെ നാട് എന്നും ഇന്ത്യയുടെ ശീത മരുഭൂമി എന്നും ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാലും ലഡാക്ക് പീഠഭൂമിയാണ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ലഡാക്കിലെ ദ്രാസ് ആണ് അല്ലെ? ദ്രാസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം. എന്നാൽ ലഡാക്കിലുള്ള ദ്രാസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം. ഇതൊക്കെ അറിഞ്ഞു വെക്കുക. ചുരങ്ങളുടെ നാട് ചോദ്യം വരും. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ലഡാക്ക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി ലഡാക്ക് പീഠഭൂമി, അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി ഏതെന്ന് ചോദ്യം വന്നാൽ ലഡാക്ക് പീഠഭൂമിയാണ്. പിന്നെ നമുക്ക് എന്ത് വരും? ഇന്ത്യയുടെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദ്യം വന്നാലും ഏതാണ്? ലഡാക്കാണ്. പിന്നെ ഇന്ത്യയുടെ ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്ന ചോദ്യം വരാറുണ്ട് അല്ലെ? ഇന്ത്യയുടെ ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? ലഡാക്കാണ്. അപ്പൊ ഇന്ത്യയുടെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്നതും ഇന്ത്യയുടെ ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നതും ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതൊക്കെ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ലഡാക്കാണ്. അപ്പൊ ലഡാക്കിനെ കുറിച്ച് പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ. അവിടെ എത്ര ദ്വീപുകൾ ഉണ്ട് എന്ന് ചോദ്യം വരാറുണ്ട്. എത്രയാണ്? 572 ദ്വീപുകൾ ഉണ്ട് അല്ലെ? 572 ദ്വീപുകളാണ് ഉള്ളത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. 572 ദ്വീപുകളാണ് ഉള്ളത്. അപ്പൊ ലഡാക്കിനെ കുറിച്ച് കിട്ടിയല്ലോ. എന്താണ്? ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതും ഇന്ത്യയുടെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്നതും ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നതും ഒക്കെ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ ദ്രാസ് ആണ്. ദ്രാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണ്? അത് ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. കിഴക്ക് നമുക്ക് ആലോചിക്കാൻ, ചില ആളുകൾക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്കൊന്നും അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തരാറുണ്ട്. ആലോചിച്ചോ, ഇതാണ് വടക്ക്, ഇത് കിഴക്ക്. ആലോചിച്ച് നോക്കുക, വലത് സൈഡിലുള്ളതാണ് കിഴക്ക്. അപ്പൊ കഴിക്കുന്ന കൈയാണ് കിഴക്ക്, കഴിക്കുന്ന കൈ വലതാണ് കിഴക്ക്, കഴിക്കുന്ന കൈ കിഴക്ക്. അപ്പൊ വലത് കിഴക്ക്, കഴിക്കുക കിഴക്ക്. ആലോചിച്ച് വെക്കാലോ. പിന്നെ വടക്ക്, ഇത് മുമ്പിലാണ്, അതായത് മുമ്പിൽ കാണുന്നതാണ് വടക്ക്. ഓക്കെ, വടക്ക് നമുക്ക് എങ്ങനെ ആലോചിക്കാം? മുമ്പിൽ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയാ? വാട എന്ന് പറയാം അല്ലെ? വടക്ക്. ആ വാടയില് വടക്കുണ്ട്. വടക്കിന്റെ ഓപ്പോസിറ്റ് തെക്ക്, കിഴക്കിന്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ്. അത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണ്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത്, അതായത് വലത് സൈഡിൽ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്താണ് ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ ഏതാന്ന് ചോദിച്ചാൽ അറബിക്കടൽ. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. പടിഞ്ഞാറ് അറബിക്കടലാണെന്ന് പല ഡയലോഗുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ പടിഞ്ഞാറ് അറബിക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ. ഇനി ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള കടൽ ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായിട്ട് ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഓക്കെ, ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. പടിഞ്ഞാറ് അറബിക്കടലാണ് നമ്മൾ പഠിച്ചു. പടിഞ്ഞാറ് അറബിക്കടലാണ്. പിന്നെ കിഴക്ക് സൈഡിൽ ഏതാണ്? കിഴക്ക് ബംഗാൾ ഉൾക്കടലാണ്. ഇപ്പൊ നമ്മൾ ഏത് പഠിച്ചു? ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള കടൽ. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള കടൽ ഏതാന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ മഹാസമുദ്രം. ബംഗാൾ ഉൾക്കടൽ കിഴക്ക് ഭാഗത്താണ്, പടിഞ്ഞാറ് അറബിക്കടലാണ്. ക്ലിയർ അല്ലേ? അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു? കിഴക്ക് ഭാഗത്താണ്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്താണ് അരുണാചൽ പ്രദേശ് സ്ഥിതി ചെയ്യുന്നത്. അരുണാചൽ പ്രദേശ് എവിടെയാണ്? ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ളത് ഏതാണ്? അരുണാചൽ പ്രദേശാണ്. നമുക്കറിയാലേ, ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ചുവന്ന മലകളുടെ നാട് എന്നറിയപ്പെടുന്ന ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ചുവന്ന മലകളുടെ നാട് എന്നറിയപ്പെടുന്നതും. പിന്നെ ആദ്യ സൂര്യകിരണം പതിക്കുന്നതിൽ ഇന്ത്യയിൽ ആദ്യം സൂര്യകിരണം പതിക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ, അപ്പൊ പ്രഭാത കിരണങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതും അല്ലെ, ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നതൊക്കെ ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ഉദയസൂര്യന്റെ നാട് എന്നും പ്രഭാത കിരണങ്ങളുടെ നാട് എന്നും ചുവന്ന മലകളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് പഠിച്ചു വെച്ചോ. അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യം സൂര്യപ്രകാശം പതിക്കുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. എവിടെയാണ്? അരുണാചൽ പ്രദേശ്. അപ്പൊ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. കിട്ടിയല്ലോ.
ഇനി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, മാലിദ്വീപ്, ഭൂട്ടാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, ചൈന, ശ്രീലങ്ക. ക്ലിയർ അല്ലേ? 1, 2, 3 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? 9 രാജ്യങ്ങളുമായിട്ടാണ് അല്ലെ? 9 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു. ചോദ്യം എങ്ങനെ വരും? ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത് എത്ര രാജ്യങ്ങളുമായിട്ടാണ്? 7 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത്. ബാക്കിയുള്ളത് സമുദ്ര അതിർത്തിയാണ്. ഏതൊക്കെയാണ്? ശ്രീലങ്ക, എവിടെ? മാലിദ്വീപ്. അവിടെ ശ്രീലങ്ക, മാലിദ്വീപ് എന്നീ രാജ്യങ്ങളുമായിട്ട് എന്താണ്? സമുദ്ര അതിർത്തിയാണ് പങ്കിടുന്നത്. അപ്പൊ 9 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. ഓക്കെ, ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് എത്ര രാജ്യങ്ങളുമായിട്ടാണ്? 9 രാജ്യങ്ങളുമായി. പഠിച്ചു വെക്കണേ. 9 രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു. 7 രാജ്യങ്ങളുമായിട്ടാണ് കര അതിർത്തി പങ്കിടുന്നത്. 2 രാജ്യങ്ങളുമായി സമുദ്ര അതിർത്തിയാണ് പങ്കിടുന്നത്. ശ്രീലങ്ക, മാലിദ്വീപ്. ഈ ശ്രീലങ്ക നമുക്ക് വേറെയും പഠിക്കാണ്ട്, നമ്മുടെ നവോത്ഥാനത്തിലൊക്കെ നമുക്ക് പഠിക്കാണ്ട് അല്ലെ? അതായത് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച വിദേശ രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. സിമ്പിൾ ആണ്. ശ്രീലങ്ക, ശ്രീനാരായണ ഗുരു. സിമ്പിൾ അല്ലേ? ശ്രീലങ്ക, ശ്രീനാരായണ ഗുരു. പിന്നെ വിദേശ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ചോദ്യം വരാറുണ്ട്. ഏതാണ് ആ വിദേശം? ആ വിദേശം ശ്രീലങ്കയാണ്. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. അപ്പൊ അതും പഠിച്ചു വെക്കുക. അപ്പൊ 9 രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു. ചോദ്യം വരും, ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതെന്ന് ചോദ്യം വരും. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം എവിടെ? ആളെവിടെ? ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ചൈന. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം, ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം അത് മാലിദ്വീപാണ് കേട്ടോ. മാലിദ്വീപാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറുത് ഏതാണ്? മാലിദ്വീപ്. ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപ്. ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ചൈന. ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന. ഇപ്പൊ നമ്മൾ എന്താണ് പഠിച്ചത്? ഏറ്റവും വലിയ അയൽ രാജ്യം. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ വലുപ്പമാണ്. രാജ്യത്തിന്റെ വലുപ്പം, അതായത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ചൈന. ഏറ്റവും ചെറുതാണ് മാലിദ്വീപ്. അത്രയും നമ്മൾ പഠിച്ചു. ഇനി നമുക്കൊരു ചോദ്യം വരും, ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. ചോദ്യത്തിൽ എന്താണ് വ്യത്യാസം? അതായത് ഏറ്റവും വലിയ അയൽ രാജ്യം അത് രാജ്യത്തിന്റെ വലുപ്പമാണ്. ഓക്കെ, അത് ചൈനയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അതിർത്തി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം എത്രത്തോളം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു ആ വലുപ്പമാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഏത് രാജ്യവുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? ആളെവിടെ? ബംഗ്ലാദേശ്. ഓക്കെ, ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശും. ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനും. ഏറ്റവും കുറവ് അതിർത്തി അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അപ്പൊ ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണെന്ന് ചോദ്യം വരും. ഏതാണ്? ബംഗ്ലാദേശുമായിട്ടാണ്. ബംഗ്ലാദേശ്, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ. നമുക്ക് അതിർത്തി രേഖകൾ പഠിക്കാണ്ടല്ലോ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? തീൻ ബേഗ കോറിഡോർ. തീൻ ബേഗ കോറിഡോർ. ഓക്കെ, തീൻ ബേഗ കോറിഡോർ എന്നാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ചാൽ ബംഗ്ലാദേശ് പോയി കറുപ്പിക്കരുത്, ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം. എന്നാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണെന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശാണ്. ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാനാണ്. അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള അയൽ രാജ്യം ശ്രീലങ്കയാണ് കേട്ടോ. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള അയൽ രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യയുടെ മാപ്പ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. തെക്ക് ഭാഗത്ത് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ പോകുമ്പോൾ വരച്ചു നോക്ക്. ഇവിടെ കിഴക്കാണ്, അപ്പൊ ഇവിടെ പടിഞ്ഞാറ്, ഇവിടെ വടക്കാണ് നമ്മൾ പറഞ്ഞു. മുമ്പിൽ നോക്കിയിട്ടാണ് വാടാന്ന് പറയുക. അപ്പൊ ഇവിടെയാണ് തെക്ക്. ഇതാണ് ഇന്ത്യ എങ്കിൽ ഇവിടെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ശ്രീലങ്ക. സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള അയൽ രാജ്യമാണ് ഏത്? ശ്രീലങ്ക. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള അയൽ രാജ്യമാണ് ശ്രീലങ്ക. കിട്ടിയല്ലോ? അയൽ രാജ്യങ്ങൾ ക്ലിയർ അല്ലേ? എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നത്? 9. അതിൽ എത്ര രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്നുണ്ടെന്ന് ചോദിച്ചാൽ 7. എത്ര രാജ്യങ്ങളുമായി സമുദ്ര അതിർത്തി പങ്കിടുന്നുണ്ടെന്ന് ചോദിച്ചാൽ 2. ഏതൊക്കെയാണ് 2? ശ്രീലങ്ക, മാലിദ്വീപ്. അതുവരെയും ക്ലിയർ അല്ലേ? പിന്നെ ഓരോന്നിന്റെയും
അതിർത്തി രേഖകൾക്ക് ഓരോ പേരുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏതാണ്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ ചൈന മക്മോഹൻ രേഖ. പഠിച്ചു വെക്കോ, ഒന്ന് ഞാൻ കുറച്ച് വട്ടം പറഞ്ഞു തരാം, ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് പോയിക്കോ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. എന്താണ്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ ചൈന അതിർത്തി രേഖ പഠിച്ചോ. ഇന്ത്യ ചൈന അതിർത്തി രേഖ മക്മോഹൻ രേഖ. ഇന്ത്യ ചൈന അതിർത്തി രേഖ മക്മോഹൻ രേഖ. ഇന്ത്യ ചൈന അതിർത്തി രേഖ മക്മോഹൻ രേഖ. ഒരു വട്ടം കൂടെ, ഇന്ത്യ ചൈന അതിർത്തി രേഖ മക്മോഹൻ രേഖ. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഏതാണ്? ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ ചൈന മക്മോഹൻ രേഖ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏതാണ്? ഡ്യൂറന്റ് രേഖ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖ, ഇന്ത്യ ചൈന മക്മോഹൻ രേഖ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ. പിന്നെ ഏതാണ്? ഇന്ത്യ മാലിദ്വീപ് ഏതാണ്? 8 ഡിഗ്രി ചാനൽ ആണ് കേട്ടോ. 8 ഡിഗ്രി ചാനൽ. 8 ഡിഗ്രി ചാനൽ. ഇന്ത്യ മാലിദ്വീപ് അതിർത്തി രേഖയാണ്. പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ നമ്മൾ പഠിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ ചൈന മക്മോഹൻ രേഖ. പിന്നെ ഇന്ത്യ ബംഗ്ലാദേശും ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. തീൻ ബേഗ കോറിഡോർ. തീൻ ബേഗ കോറിഡോർ. അപ്പൊ ബംഗ്ലാ ബേഗ ബാ വെച്ച് കണക്ട് ചെയ്യുക. തീൻ ബേഗ കോറിഡോർ. അല്ലെങ്കിൽ പേര് നോക്കി നോക്ക്. തീൻ ബേഗ കോറിഡോർ. ഇവിടെ നമുക്ക് 2 ഉത്തരമുണ്ട് ഈ പേരിൽ. കാരണം എന്താ അറിയോ? ഇതിന്റെ നീളം കണ്ടോ? തീൻ ബേഗ കോറിഡോർ. അപ്പൊ ആലോചിച്ച് നോക്ക്, ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പൊ അത്രയും വലിയ അതിർത്തി രേഖയാണ്. ആ പേരിലും അത് കാണാനുണ്ട്. ഓക്കെ, അപ്പൊ അത്ര വലിയ അതിർത്തി രേഖയാണ്. അപ്പൊ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ തീൻ ബേഗ കോറിഡോർ. ഇന്ത്യ ചൈന മക്മോഹൻ രേഖ. ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക്. ഓക്കെ, പാക് കടലിടുക്ക് അല്ലെങ്കിൽ വരും ഗൾഫ് ഓഫ് മാന്നാർ. പാക് കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ. ഇത്രയും എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ അറിഞ്ഞിട്ടുണ്ടാവില്ല, പഠിച്ചിട്ടുണ്ടാവില്ല. ഒരു വട്ടം കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടെ. ഇന്ത്യ ചൈന മക്മോഹൻ രേഖ. ഇന്ത്യ പാകിസ്ഥാൻ ഏതാണ്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ ബംഗ്ലാദേശ് തീൻ ബേഗ കോറിഡോർ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ. പിന്നെ ഏതാണ്? ഇന്ത്യ മാലിദ്വീപ് 8 ഡിഗ്രി ചാനൽ. ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ? ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോ പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഒന്ന് ഒരു വട്ടം കൂടെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. വടക്ക് ഏതൊക്കെയാണ്? ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. വടക്ക് ഇതൊക്കെ ഇവിടെ വടക്ക്. തെക്ക് നമ്മൾ ഏത് പഠിച്ചു? തെക്ക് നമ്മൾ എപ്പോഴും കാണലുണ്ട്, അവിടെ ശ്രീലങ്ക കിടക്കുന്നത്. അപ്പൊ തെക്ക് ശ്രീലങ്ക ഉണ്ട്. ഇവിടെ വടക്കാണ് ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. വടക്കാണ് ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇനി ഇന്ത്യയുടെ പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. പടിഞ്ഞാറ് ഭാഗത്താണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എവിടെയാണ്? പടിഞ്ഞാറ് ഭാഗത്താണ്. പടിഞ്ഞാറിന്റെ പായും പാകിസ്ഥാന്റെ പായും. ഇനി മറക്കില്ലല്ലോ പടിഞ്ഞാറ്. അപ്പൊ പടിഞ്ഞാറ് പാകിസ്ഥാൻ 2 സ്ഥാനങ്ങളാണ്, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. അപ്പൊ രണ്ടും ഒപ്പം പഠിച്ചു വെച്ചാൽ മതി. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഒരു സ്ഥലത്താണെന്ന് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ പഠിച്ചു വെക്കുക. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ 2 സ്ഥാനം. ഓക്കെ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ രണ്ടും ഒരു സ്ഥലത്താണെന്ന് അറിയാലോ. അപ്പൊ വെച്ചിട്ട് പടിഞ്ഞാറിനെ കണക്ട് ചെയ്യുക. പടിഞ്ഞാറ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അപ്പൊ വടക്ക് ഏതാണ്? ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ചൈന, നേപ്പാൾ, ഭൂട്ടാൻ വടക്ക്. ഓക്കെ, ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. വടക്ക് കിഴക്ക് ഏതാണ്? ബംഗ്ലാദേശ്, മ്യാൻമർ. ബംഗ്ലാദേശ്, മ്യാൻമർ എന്നിവയാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബംഗ്ലാദേശ്, മ്യാൻമർ ആണ്. ബംഗ്ലാദേശ്, മ്യാൻമർ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ബംഗ്ലാദേശ്, മ്യാൻമർ ആണ് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഓക്കെ, ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന ഏതാണ്? ബംഗ്ലാദേശ്, മ്യാൻമർ. അപ്പൊ ഇന്ത്യയുടെ ഏകദേശം അടിസ്ഥാന വിവരങ്ങളൊക്കെ ന്യൂഎസ്സിആർടിയിൽ തന്നിട്ടുള്ളതൊക്കെ പഠിച്ചില്ലേ? ക്ലിയർ അല്ലേ? പിന്നെ കുറെ അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് എപ്പോഴും പഠിക്കാനുള്ളതുണ്ട്. ജനഗണമന എഴുതി തയ്യാറാക്കിയില്ലേ? ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാന്ന് ചോദിച്ചാൽ ജനഗണമന. ഇതൊക്കെ പഠിച്ചു വെക്കണേ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞുതരാം. ജനഗണമന എന്താണ്? ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. ജനഗണമന ആരാണ് എഴുതിയത്? ടാഗോർ ആണ് അല്ലെ? ജനഗണമന എഴുതിയത് ടാഗോർ ആണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരെന്ന് ചോദ്യം വന്നാൽ അത് ടാഗോർ ആണ്. ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ഓക്കെ, വന്ദേ മാതരം.
ഈ വന്ദേമാതരം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം രചിച്ചത്. അപ്പൊ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറും ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. രണ്ടും ക്ലിയർ അല്ലേ? ഇത് രണ്ടും ആദ്യം ആലപിച്ചത് കൊൽക്കത്ത സമ്മേളനങ്ങളാണ്. രണ്ടും രണ്ട് സമ്മേളനങ്ങളാണ്, പക്ഷെ രണ്ടും കൊൽക്കത്തയാണ്. ഓക്കെ, ദേശീയ ഗാനം ആലപിച്ചത് 1911 കൊൽക്കത്ത സമ്മേളനത്തിലും ദേശീയ ഗീതം ആലപിച്ചത് 1896 കൊൽക്കത്ത സമ്മേളനത്തിലുമാണ്. അപ്പൊ 1896 1911 രണ്ടും കൊൽക്കത്ത സമ്മേളനങ്ങളാണ്. ഓക്കെ, പിന്നെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ആരാന്ന് ചോദിച്ചാൽ സരളാദേവിയാണ് കേട്ടോ. സരളാദേവിയാണ്. ദേശീയ ഗീതം ആദ്യമായി ആലപിച്ചത് ആരെന്ന് ചോദ്യം വന്നാൽ അതാണ് ടാഗോർ. മാറിപ്പോവില്ലല്ലോ. ശരിക്കും ടാഗോർ രചിച്ചത് ഗാനമാണ്, പക്ഷെ ആദ്യം ഗീതം ആലപിച്ചത് ആരാന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോർ ആണ്. കിട്ടുമല്ലോ, രവീന്ദ്രനാഥ് ടാഗോറാണ് ആദ്യമായിട്ട് ഗീതം ആലപിച്ചത്. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക ഏതാണ്? ത്രിവർണ പതാക. ആരാണ് ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്തത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതൊക്കെയാണ് ത്രിവർണ പതാകയിലുള്ള നിറങ്ങൾ? കുങ്കുമം, വെള്ള, പച്ച. ഈ കുങ്കുമത്തിനെ പിങ്ക് ആയിട്ട് കണക്ട് ചെയ്യോ? എന്താണ് കുങ്കുമം? പിങ്ക് എന്ന് കണക്ട് ചെയ്യുന്ന ആളെ കിട്ടും പിംഗലി വെങ്കയ്യ. പിങ്ക് വെച്ച് കണക്ട് ചെയ്യാം കേട്ടോ. പിംഗലി വെങ്കയ്യാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. പതാകയിലുള്ള 3 നിറങ്ങളാണ് കുങ്കുമം, വെള്ള, പച്ച. ചിലപ്പോൾ താഴെ പതാകയിലുള്ള നിറങ്ങളിൽ പെടാത്തത് ഏത് ചോദ്യം വരും. അവിടെ ഏത് നിറം ഉണ്ടാവും? ഓറഞ്ച് വന്ന് കിടക്കുന്നുണ്ടാവും. ഓറഞ്ച് വേഗം പോയി കറുപ്പിക്കരുത്. അവിടെ ഉള്ളത് കുങ്കുമം, വെള്ള, പച്ച എന്നീ 3 നിറങ്ങളാണ്. ഇതിൽ കുങ്കുമം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ധീരത, ത്യാഗം എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. കുങ്കുമം നിറം ധീരത, ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്നു. വെള്ള സത്യം, സമാധാനം എന്നിവയെ സൂചിപ്പിക്കുന്നു. പച്ച സമൃദ്ധി, ഫലപുഷ്ടി എന്നിവയെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണ്. അപ്പൊ ദേശീയ പതാക പിംഗലി വെങ്കയ്യ. ഇനി ദേശീയ മുദ്ര ഏതാണ്? ദേശീയ മുദ്ര സിംഹമുദ്രയാണ്. സിംഹമുദ്ര. ഓക്കെ, ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്താണ് സിംഹമുദ്ര. ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവ. ഓക്കെ, ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവ. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഇതിലൊക്കെ ഓരോന്നും അംഗീകരിച്ചത് എപ്പോഴാണ് ചോദ്യം വരാറുണ്ട്. ഞാൻ പഠിപ്പിച്ചു തരട്ടെ. ഓരോന്നും അംഗീകരിച്ചത് ദേശീയ ഗാനവും ഗീതവും രണ്ടും ഒരു ദിവസമാണ് അംഗീകരിച്ചത്. ആദ്യം ഞാൻ ഒരെണ്ണം പറഞ്ഞുതരാം. ആദ്യം ദേശീയ പതാക അംഗീകരിച്ചത് എപ്പോഴാണ് പഠിച്ചോ? അതായത് നമുക്ക് എന്തിനാണ് ദേശീയ പതാക? നമ്മൾക്ക് എപ്പോഴും ദേശീയ പതാക കാണുന്നത് എപ്പോഴാണ് ദേശീയ പതാക കാണാറുള്ളത്? ഓഗസ്റ്റ് 15-നാണ്. ഓഗസ്റ്റ് 15-നാണ് നമ്മൾ പതാക ഉയർത്താറുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം പതാക ഉയർത്തുന്നത് എപ്പോഴാവും? 1947 ഓഗസ്റ്റ് 15-ന് നമുക്ക് പതാക ഉയർത്തണം. അപ്പൊ അതിനു മുമ്പ് 1947 ഓഗസ്റ്റ് 15-നാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ അന്ന് പതാക ഉയർത്തണം. അപ്പൊ അതിനു മുമ്പെങ്കിലും എന്ത് അംഗീകരിച്ചിട്ടുണ്ടാവണം? ദേശീയ പതാക അംഗീകരിച്ചിട്ടുണ്ടാവണം. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പുള്ള മാസം 1947 ഓഗസ്റ്റ് അല്ല, 1947. ഈ ഓഗസ്റ്റിന്റെ തൊട്ട് മുമ്പുള്ള മാസം ഏതാണ്? ജൂലൈ ആണ്. ഓഗസ്റ്റിന്റെ തൊട്ട് മുമ്പുള്ള മാസം ജൂലൈ 22-നാണ് ദേശീയ പതാക അംഗീകരിച്ചത്. അപ്പൊ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാലേ ഓഗസ്റ്റ് 15-ന് ഇത് നിവർത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഉയർത്തണമെങ്കിൽ എന്താണ്? അതിന് തൊട്ട് മുമ്പുള്ള മാസമെങ്കിലും ഇത് അംഗീകരിക്കണം. അപ്പൊ ഈ ഡേറ്റ് കിട്ടിയല്ലോ. 1947 ജൂലൈ 22-നാണ് ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ചത്. അത് ക്ലിയർ ആയി. ഇനി ഗാനവും ഗീതവും രണ്ടും അംഗീകരിച്ചത് ഒരു ദിവസമാണ്. നമ്മൾ എപ്പോഴും ദേശീയ ഗാനവും ഗീതമൊക്കെ കേൾക്കാറുള്ളത് എപ്പോഴാണ്? നമ്മുടെ റിപ്പബ്ലിക് ഡേക്കാണ്. സ്കൂൾ വിടുമ്പോൾ കേൾക്കും, അത് ആലോചിക്കണ്ട. റിപ്പബ്ലിക് ഡേക്ക് നമ്മളിത് എന്ത് ചെയ്യും? ആലപിക്കും. ദേശീയ ഗാനം അല്ലെങ്കിൽ ഗീതം റിപ്പബ്ലിക് ഡേക്ക് ആലപിക്കും. എപ്പോഴാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേ? ജനുവരി 26. അപ്പൊ 1950 ജനുവരി 26 ആലോചിക്കുക. ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആലോചിക്കുക. 1950 ജനുവരി 26. അതിന്റെ തൊട്ട് മുമ്പുള്ള 2 ദിവസം മുമ്പെങ്കിലും, കാരണം ഈ കുട്ടികൾ ഇത് പാട്ട് പഠിച്ചിട്ട് വരണമെങ്കിൽ ഒരു ദിവസമെങ്കിലും അവർക്ക് ടൈം കിട്ടണം. അപ്പൊ 24-ന് ഇത് അങ്ങോട്ട് അംഗീകരിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയാണ് 25-ന് പോയിട്ട് ദേശീയ ഗാനവും ഗീതവും പഠിച്ചിട്ട് വരിക. ഗ്രൂപ്പ് സോങ് അല്ലേ? അപ്പൊ ദേശീയ ഗാനവും ഗീതവും ഗ്രൂപ്പായിട്ട് പഠിച്ചിട്ട് വരിക. 26-ന് അത് ആലപിക്കണം. അപ്പൊ ഇത് അംഗീകരിച്ചത് 24-നാണ്. 24-ന് ഇത് അംഗീകരിച്ചാലേ 26-ന് ഇവർക്ക് പാടാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാലോ. അപ്പൊ രണ്ടും കിട്ടിയല്ലോ. അപ്പൊ ദേശീയ ഗാനവും ഗീതവും രണ്ടും ഒരു ദിവസമാണെന്ന് കണക്ട് ചെയ്ത് വെക്കുക. പിന്നെ ദേശീയ മുദ്ര അത് 26-ന് തന്നെയാണ് കേട്ടോ. 1950 ജനുവരി 26 തന്നെയാണ് ദേശീയ മുദ്ര അംഗീകരിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിൽ 1950 ജനുവരി 26. 1950 ജനുവരി 26-നാണ് ഇന്ത്യയുടെ
ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. പക്ഷെ അംഗീകരിച്ചത് എപ്പോഴാണ്? ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1949 നവംബർ 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. ഈ നവംബർ 26 ഭരണഘടനാ ദിനം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നിയമദിനം. ഭരണഘടനാ ദിനം, നിയമദിനം എന്നൊക്കെ അറിയപ്പെടുന്നത് നവംബർ 26. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ദേശീയ മുദ്ര അംഗീകരിച്ച ജനുവരി 26. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതും ജനുവരി 26. അംഗീകരിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നവംബർ 26. 1949 നവംബർ 26 അംഗീകരിച്ചത്. നിലവിൽ വന്നത് 1950 ജനുവരി 26. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ആരാണ് ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന? ആരാണ്? ഡോക്ടർ ഭീംറാവു അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ അടിസ്ഥാനമായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ കിട്ടി. ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി ആയത് 1911 നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ നമുക്ക് ചോദ്യം വരും, ഇപ്പൊ നമ്മുടെ ദേശീയ മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാന്ന് ചോദിച്ചാൽ റോയൽ ബംഗാൾ കടുവയാണ്. റോയൽ ബംഗാൾ കടുവ. കടുവക്ക് മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാന്ന് ചോദിച്ചാൽ സിംഹമാണ് കേട്ടോ. സിംഹം. ഓക്കെ, സിംഹം. കടുവക്ക് മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ സിംഹമാണ്. അപ്പൊ അതും ഒന്ന് പഠിച്ചു വെക്കുക. ഈ കടുവയുടെ ശാസ്ത്രീയ നാമം ചോദ്യം വരും. റോയൽ ബംഗാൾ കടുവയാണ് നമ്മുടെ ദേശീയ മൃഗം. അതുകൊണ്ട് തന്നെ കടുവയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ പാന്തേര ടൈഗ്രിസ് എന്നാണ്. പാന്തേര ടൈഗ്രിസ്. കടുവ എന്താണ്? ടൈഗർ ആണ്. അപ്പൊ ടൈഗ്രിസ് അത് വെച്ച് കണക്ട് ചെയ്യുക. ടൈഗ്രിസ്. ഓക്കെ, പാന്തേര ടൈഗ്രിസ് ആണ്. അപ്പൊ ടൈഗർ വെച്ച് കണക്ട് ചെയ്യുക. ടൈഗ്രിസ്. ഓക്കെ, അപ്പൊ അതും കിട്ടി. പിന്നെ ദേശീയ പക്ഷിയാണ് മയിൽ. മയിലിന്റെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ്. പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ് മയിലിന്റെ ശാസ്ത്രീയ നാമം. അത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. ബേസിക് ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാവും. എങ്കിലും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വിടുക എല്ലാത്തിന്റെയും ശാസ്ത്രീയ നാമങ്ങൾ. ഓക്കെ, ശാസ്ത്രീയ നാമങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. എല്ലാത്തിന്റെയും ശാസ്ത്രീയ നാമങ്ങൾ ഒന്ന് ഓടിച്ചു വിട്ടിട്ടായാലും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന. ആനയുടെ ശാസ്ത്രീയ നാമമാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. എലിഫന്റ് ആലോചിക്കുക, എലിഫന്റ്. അപ്പൊ എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആനയുടെ ശാസ്ത്രീയ നാമമാണ്. ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ജനഗണമന ആലപിച്ചത് ആരാന്ന് വെച്ചാൽ സരളാദേവിയാണ്. ആദ്യം ആലപിച്ചത് സരളാദേവിയാണ്. ഓക്കെ, ആദ്യം ആലപിച്ചതാണ് 1911. അംഗീകരിച്ചത് എപ്പോഴാന്ന് വെച്ചാൽ 1950 ജനുവരി 24. അപ്പൊ ആദ്യം ആലപിച്ചത് സരളാദേവി. ദേശീയ ഗീതം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിലുള്ള പോയിന്റും നമ്മൾ പഠിച്ചു. കുറച്ചധികം പോയിന്റുകളും നമ്മൾ എക്സ്ട്രാ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാതും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. ആകെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോഴാണ് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത്. അതായത് ഇനി അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നൊരു ഊർജ്ജം ഉണ്ടാകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോൾ മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, നല്ലതായാലും മോശമായാലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.